ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, പലപ്പോഴും ആമേൻ മരിപ്പാനെത്തിച്ച പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങൾ നമുക്ക് നേരെ കടന്നു വരുമ്പോൾ ഇനി ജീവിക്കണ്ട, ആമേൻ ഭയന്നും നിരാശപ്പെട്ടും എനിക്കാരുമില്ല എന്ന ഒറ്റപ്പെടലുകളും വേദനകളും ഉണ്ടായി പലപ്പോഴും മരിക്കുവാൻ ഇച്ഛിച്ചവരാണ് ആമേൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും. എന്നാൽ കൃപയാൽ കർത്താവ് ഏലിയാവ് ആമേൻ മരിപ്പാൻ ഇച്ഛിച്ചു. എന്നാൽ ആമേൻ സ്തോത്രം, അങ്ങനെ ചൂരച്ചെടിയുടെ തണൽ കിടന്നുറങ്ങുമ്പോൾ തനിക്ക് ആമേൻ സ്തോത്രം ദൂതനെ അയച്ച് കനലിന്മേൽ ചുട്ട അടയും വെള്ളവും കൊടുത്ത് ആമേൻ കർത്താവ് ഉണർത്തിച്ചു, ബലപ്പെടുത്തി, ശക്തീകരിച്ച് നടത്തിയതുപോലെ കർത്താവ് ഓരോ ദിവസവും തളർന്നു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന സാഹചര്യങ്ങളിലും ആമേൻ സ്തോത്രം വചനമാകുന്ന അപ്പത്തെ നൽകി, പരിശുദ്ധാത്മാവിൻ്റെ ജലം നൽകി കർത്താവ് നമ്മെ ഇതുവരെയും നടത്തിക്കൊണ്ട് വന്നില്ലേ. ആ കർത്താവിൻ്റെ സ്നേഹം, ആ കർത്താവിൻ്റെ കരുതൽ, ആ കർത്താവിൻ്റെ വിശ്വസ്തത എത്ര വലിയതാണ്. എന്നാൽ ആമേൻ സ്തോത്രം, അങ്ങനെ അതത് സമയത്ത് ലഭിക്കുന്ന ഒരു ധൈര്യവും ആമേൻ ബലവും ശക്തിയും പ്രാപിച്ച് അങ്ങനെ പോകുവാനായിട്ടല്ല കർത്താവ് നമുക്ക് ജീവന നൽകിയിരിക്കുന്നത്. കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തിയത് നമുക്കൊരു ദൂരയാത്രയുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതുപോലെയല്ല, നാം കർത്താവിൻ്റെ മൃദുസ്വരം കേട്ടുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ അവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11-12 വചനങ്ങളിൽ നാം എങ്ങനെ വായിക്കുന്നു? നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. ഇവിടെ യഹോവ ആമേൻ സ്തോത്രം ഏലിയാവിനോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം പ്രതീക്ഷിക്കുന്ന സമയത്തും നാം പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങളിലും നാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ കൂടി മാത്രമല്ല കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്, നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒന്നാമത് ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റിൻ്റെ പ്രത്യേകത ആമേൻ സ്തോത്രം യഹോവയുടെ സന്നിധിയിൽ നിന്ന് വന്ന ഒരു കൊടുങ്കാറ്റാണ്. ആമേൻ സ്തോത്രം. ആ കൊടുങ്കാറ്റ് പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. ഇവിടെ നിന്നുകൊണ്ട് അവൻ കർത്താവ് നമ്മോട് ഇങ്ങനെ സംസാരിക്കുന്നു. നമ്മുടെ മുൻപിൽ തടസ്സങ്ങളായി മഹാപർവ്വതം പോലെ നിൽക്കുന്ന ഏത് വിഷയമായിരുന്നാലും ആമേൻ അതിനെ കീറി മുറിച്ച് തടസ്സങ്ങളെ തകർത്ത് ദൈവിക വിടുതലുകൾ പകരുവാൻ കർത്താവ് ശക്തനാണ്. ആമേൻ. വിശ്വസിക്കാം. എന്നാൽ അവിടെ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന് ശേഷം ആമേൻ ഒരു ഭൂകമ്പമുണ്ടായി. ആമേൻ സ്തോത്ര ഭൂചലനമുണ്ടായി. ഹല്ലേലൂയ. അവിടെയും യാതൊരു ദൈവത്തിൻ്റെ ആമേൻ സ്തോത്ര പ്രത്യക്ഷതയില്ലായിരുന്നു. അതിനുശേഷം തീ ഉണ്ടായിരുന്നു. തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിലൊരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ആമേൻ. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അതെ, ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മോട് ചോദിക്കുന്നു. നാം നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ സിറ്റുവേഷനിൽ കർത്താവ് നമ്മോട് ചോദിക്കുന്നു, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഹല്ലേലൂയ. ആമേൻ. പല പ്രതിസന്ധികളുടെ നടുവിൽ ഭയപ്പെട്ട് ജീവനെ തന്നെ ഒടുക്കിക്കളയുവാൻ നാം നിരൂപിച്ചില്ലേ? അവിടെ നിന്നൊക്കെ കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവന്നു. ആരോരും സഹായിപ്പാനില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ അതത് സമയത്ത് ആവശ്യമായ എല്ലാ നന്മകളെ നൽകി കർത്താവ് ശക്തീകരിച്ച് നമ്മെ നടത്തി. ഇത്രമാത്രം അത്ഭുതങ്ങളെ കർത്താവ് നമ്മുടെ കൺമുൻപിൽ ചെയ്തു. വീണ്ടും കർത്താവ് മൃദുസ്വരത്തിൽ നമ്മോട് ചോദിക്കുക, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഇത്രത്തോളം കരുതലോടെ നമ്മെ കൊണ്ടുവന്നത്? ഇനിയും നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനല്ല,
ആമേൻ സ്തോത്രം. നമ്മുടെ ഹിതത്തിനൊത്തവണ്ണം മുന്നോട്ട് പോകുവാനല്ല, നമ്മുടെ പ്ലാനും പർപ്പസൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവികമായ പദ്ധതിക്ക് വേണ്ടി നമ്മെ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയും. അതിശക്തമായ രീതിയിൽ കർത്താവ് നമ്മെ പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എലിയാ പറയുന്ന, ദൈവമേ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എന്നാൽ അതേ അധ്യായം അതിൻ്റെ 18-ാം വചനത്തിൽ ദൈവം പറയുന്നു, അല്ല ബാലിന് മടങ്ങാത്ത മുഴങ്കാലം, അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7,000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ ആ സന്ദർശനത്തിനായി കാത്തിരിക്കാം. ദൈവിക പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങാം. കർത്താവ് നമ്മോട് സംസാരിക്കും, കർത്താവ് നമ്മോട് ഇടപെടും. ദൈവിക ആലോചനകൾക്ക് അനുസരിച്ച് ഹല്ലേലൂയ അവൻ മനുഷ്യരുടെ വാക്കുകൾ ചെവി കൊടുക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാം. കർത്താവ് നമ്മോട് കൂടിയിരുന്ന് ആത്മശക്തിയോടുകൂടി നമ്മെ നടത്തുവാൻ സർവശക്തനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നുവല്ലോ അപ്പ. ഞങ്ങൾ നിന്നതല്ല, അങ്ങ് ഞങ്ങളെ കൃപയാൽ നിർത്തിയല്ലോ അപ്പ. നന്ദിയോടെ സ്തുതിക്കുന്നതിനാൽ ശേഷിക്കുന്ന ദിവസങ്ങൾ അങ്ങയുടെ നാമമഹത്വത്തിനായി, അങ്ങയുടെ ഹിതത്തിനൊത്തവണ്ണം, അങ്ങയുടെ ശബ്ദം കേട്ട്, അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ കണ്ട് അപ്പാ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഇരുന്ന് കഴിഞ്ഞ നാളുകളേക്കാൾ ഉപരിയായി അതിശക്തമായി ഞങ്ങളെ അങ്ങയുടെ കർത്താവെ പ്രവർത്തിക്കാൻ ഞങ്ങളെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.